(1948) പുറത്തിറങ്ങിയ ഇറ്റാലിയൻ നിയോ റിയലിസ്റ്റ് ചലച്ചിത്രമാണ് ബൈസൈക്കിൾ തീവ്സ്. വിത്തോറിയോ ഡിസിക്കിയാണ് സംവിധായകൻ. ലൂയിജി ബെർത്തോലിനിയുടെ ഇതേ പേരിലുള്ള നോവലിന് ചെസരെ സവാറ്റിനി ഒരുക്കിയ തിരക്കഥ. ഇദ്ദേഹം ഒരുപാട് കാലം ഡിസിക്കിയോടൊപ്പം പ്രവർത്തിച്ചു. കൂടാതെ റോബർട്ടോ റൊസല്ലീനി, മൈക്കൽ ആഞ്ചലോ, അന്റോണിയോണി, ഫെഡറിക്കോ ഫെല്ലിനി എന്നീ വിശ്വപ്രസിദ്ധ ചലച്ചിത്രകാരന്മാരോടൊപ്പവും സിനിമകൾ ഒരുക്കി. 1945 റൊസല്ലീനിയുടെ റോമ ചിത്ത അപ്പേർത്ത റോം ഓപ്പൺ സിറ്റി എന്ന സിനിമയിലൂടെയാണ് തുടങ്ങിയ ചലച്ചിത്രധാരയാണ് ഇറ്റാലിയൻ നിയോ റിയലിസം. 1940കളുടെ അവസാനത്തോടെ ഉയർന്നു വന്ന ചലച്ചിത്ര പ്രതിഭാസമാണിത്. ഡിസിക്ക, റൊസല്ലീനി, ജുസേപ്പെ ഡെ സാന്റിസ് തുടങ്ങിയ സംവിധായകർ ക്യാമറയുമായി തെരുവിലേക്കിറങ്ങി. സ്വാഭാവിക വെളിച്ചം മാത്രം ഉപയോഗിച്ചും പ്രൊഫഷണൽ അല്ലാത്ത നടന്മാരെ ഉപയോഗിച്ചും ബജറ്റ് കുറച്ചും ഇവർ അടിസ്ഥാന ജനതയുടെ ജീവിതം, പ്രത്യേകിച്ച് മഹായുദ്ധാനന്തരമുള്ള ജീവിതം വിവരിക്കുന്ന ചലച്ചിത്രം നിർമ്മിച്ചു. യുദ്ധാനന്തര രാഷ്ട്രീയ സാമൂഹിക ജീവിതത്തിൻ്റെ ദുരവസ്ഥയുടെ വിവരണമാണ് ബൈസൈക്കിൾ തീവ്സ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിലൂടെ സാർവത്രിക വ്യവസ്ഥയിലേക്ക് ഡിസിക്ക നയിക്കുന്നു. റോമൻ ജീവിതത്തിൻ്റെ കാഴ്ചയിലൂടെ സംവിധായകൻ കണ്ണാടി തിരിക്കുന്നത് ലക്ഷക്കണക്കായ മനുഷ്യ ജീവിതങ്ങളിലേക്കാണ്. ദരിദ്രർ നേരിടുന്ന അനീതിയുടെ കഥ പറയാൻ അനേകം സംവിധായകരെ ഈ സിനിമ പ്രേരിപ്പിച്ചിട്ടുണ്ട്. അതിജീവിക്കാനും ജീവിതം തിരികെ പിടിക്കാനും ധർമ്മബോധത്തെ അല്പം മാറ്റി നിർത്താൻ ശ്രമിക്കുന്ന ദുർബല മനുഷ്യരുടെ കഥ ഇതിലുണ്ട്. ഇത്തരം മനുഷ്യരുടെ ലോകം ഒരാളിൽ ചുരുങ്ങുന്നതല്ല. മനുഷ്യ ജീവിതത്തെ സത്യസന്ധമായി അവതരിപ്പിക്കുന്നു ഇത് എന്ന് ചലച്ചിത്ര പണ്ഡിതൻ ആന്ദ്രേ ബാസിൻ ഇതേക്കുറിച്ച് പറഞ്ഞു. നോ മോർ ആക്ഷൻ, നോ മോർ സ്റ്റോറി, നോ മോർ സെറ്റ്സ്, വിച്ച് ഈസ് ടു സേ ഇൻ ദ പെർഫെക്റ്റ് എസ്തെറ്റിക് ഇല്യൂഷൻ ഓഫ് റിയാലിറ്റി. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. വളരെ കുറച്ച് കഥാപാത്രങ്ങളിലൂടെ കഥ പറയാൻ കഴിയുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. അന്തോണിയോണി റിച്ചി, ബ്രൂണോ എന്ന മകൻ, മരിയ എന്ന ഭാര്യ, കള്ളൻ, വൃദ്ധൻ, പോലീസുകാരൻ, സ്നേഹിതൻ, ഉപദേശകൻ, കള്ളൻ്റെ അമ്മ, ഡ്രൈവർ, ഇത്രയും പേരുടെയാണ് കഥ വികസിക്കുന്നത്. അന്തോണിയോ റിച്ചിയായി അഭിനയിക്കുന്ന ലാബർട്ടോ മജോറിനി നോൺ പ്രൊഫഷണൽ ആയ ഒരു അഭിനേതാവായിരുന്നു. ഫാക്ടറി തൊഴിലാളിയായിരുന്ന അയാളെ ഡിസിക്ക നേരിട്ട് കണ്ടെത്തിയതാണ്. ബ്രൂണോ ആയി മാറിയ എൻസോ സ്റ്റയോളയെ മരിയയുടെ വേഷം ചെയ്ത ലിയോനെല്ലയും സംവിധായകൻ തന്നെ നേരിട്ട് കണ്ടെത്തിയതാണ്. 40കൾക്ക് ശേഷം അമേരിക്കൻ ചലച്ചിത്രം യൂറോപ്യൻ സിനിമകൾക്ക് മീതെ ആധിപത്യം ഉറപ്പിച്ചു തുടങ്ങിയ കാലമാണ്.
ഈ പോസ്റ്റർ പതിക്കുന്ന ജോലിക്കിടയിൽ അയാളുടെ ജീവിതത്തിലുള്ള ഏക ആശ്രയമായ സൈക്കിൾ ആരോ മോഷ്ടിച്ചു. മോഷ്ടാവിനെ അയാൾ തന്നെത്താൻ അവിടെ വെച്ച് അയാൾ മോഷ്ടാവിനെ കാണുന്നുണ്ട്. കൂടെ ഒരു വൃദ്ധനുമുണ്ട്. മോഷ്ടാവ് ഓടി, വൃദ്ധൻ ഓടി ഒരു പള്ളിയിൽ കയറുന്നു. അയാളിൽ നിന്ന് ബലമായി അഡ്രസ്സ് വാങ്ങുന്നു. കുഞ്ഞു ബ്രൂണോയും ഈ അപ്പനോടൊപ്പം ഉണ്ട്. ഇടയ്ക്ക് അവനോട് ദേഷ്യപ്പെടുന്നു. പിന്നീട് ധനികർക്ക് മാത്രം കയറാൻ കഴിയുന്ന ചില റെസ്റ്റോറൻറ്റുകൾ എന്ന ബോധ്യത്തിൽ അവിടെ നിന്ന് നിരാശരായി ഇറങ്ങിപ്പോകുന്ന അപ്പനും മകനും, ഭാവി പ്രവചിക്കുന്ന ആളെ കാണാൻ കയറുന്ന നായകൻ ഒന്നുകിൽ ഇപ്പോൾ കാണും അല്ലെങ്കിൽ ഒരിക്കലും ഇല്ല എന്നൊരു പ്രവചനം അവർക്ക് ലഭിക്കുന്നു. അവിടെ നിറങ്ങുമ്പോൾ അവർ മോഷ്ടാവിനെ കാണുന്നു. അവനെ ബലമായി പിടികൂടുന്നു. എന്നാൽ പോലീസും നാട്ടുകാരും മോഷ്ടാവിന് അനുകൂലമായതോടെ നിരാശരായി പിന്മാറേണ്ടി വരുന്നു. കാരണം അവരുടെ കയ്യിൽ തെളിവുകളില്ല. അങ്ങനെ മടങ്ങുമ്പോൾ ഫുട്ബോൾ സ്റ്റേഡിയത്തിന് പുറത്ത് ധാരാളം സൈക്കിൾ നിരത്തി വച്ചിരിക്കുന്നത് അവർ കാണുന്നു. അതിജീവന മോഹത്തിൽ അത്രനാൾ നടന്ന ധർമ്മബോധത്തിൻ്റെ വഴിയിൽ നിന്ന് അന്തോണിയോ മാറി നിന്നു. ഒരു സൈക്കിൾ മോഷ്ടിക്കാൻ തീരുമാനിച്ചു. അവിടെ വെച്ച് തന്നെ പിടിക്കപ്പെടുന്നു. വലിയ അപമാനം നേരിടുന്നു. ബ്രൂണോ എന്ന കുഞ്ഞ് കരഞ്ഞുകൊണ്ട് അന്തോണിയോയുടെ അടുക്കലെത്തുന്നു. സൈക്കിൾ ഉടമസ്ഥൻ അവരെ വെറുതെ വിടാൻ ഏതായാലും തീരുമാനിച്ചു. ബൈസൈക്കിൾ തീവ്സ് ഉയർത്തുന്ന പ്രമേയങ്ങൾ എക്കാലത്തും പ്രസക്തമാണ്. വ്യക്തിയും ആൾക്കൂട്ടവും അതിലൊരു പ്രധാനപ്പെട്ട വസ്തുത തന്നെയാണ്. അന്തോണിയോ എന്ന വ്യക്തി ആൾക്കൂട്ടത്തെ കണ്ടുമുട്ടുന്നത് നാം പലപ്പോഴും കാണുന്നു. ചിലപ്പോഴൊക്കെ അത് ഏറ്റുമുട്ടലാണ്. അന്തോണിയോ എന്ന വ്യക്തിയും അധികാരവും നേർക്കുനേർ വരുന്നത് പലയിടത്തും നമുക്ക് കാണാം. മനുഷ്യ വ്യക്തി എന്ന പരിഗണന നേടാനാണ് ഇതിലേറെയും ആൾക്കൂട്ടത്തോട് ഏറ്റുമുട്ടി പരാജിതനാകുന്നത് നമ്മൾ കാണുന്നു. സൈക്കിൾ നഷ്ടമായത്, പോലീസിൽ പരാതി നൽകി നിരാശനാകുന്നത്, തൊഴിലാളി വർഗ പാർട്ടിയുടെ തിരസ്കാരം, ഇതെല്ലാം അന്തോണിയെ ഒരു കാര്യം പഠിപ്പിച്ചു: സമൂഹത്തിലെ ഭൂരിപക്ഷ ശക്തികളോട് വ്യക്തിക്ക് ഏറ്റുമുട്ടാൻ കഴിയില്ല. കാരണം അവയ്ക്ക് നിങ്ങളെ പട്ടിണിക്കിടാൻ കഴിയും, ചിലപ്പോൾ നിങ്ങളെ കള്ളനാക്കാനും സാധിക്കും. എല്ലാ സംവിധാനങ്ങളും വ്യക്തിയുടെ അടിസ്ഥാന പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് അപര്യാപ്തമാകുന്നു. അന്തോണിയോയുടെ അശ്രദ്ധയാണ് സൈക്കിൾ നഷ്ടപ്പെടുന്നതിന് കാരണം എന്ന് ആരോപിക്കുന്നതിൽ പ്രത്യേകിച്ച് കഴമ്പില്ല. മറ്റുള്ളവരുടെ ധർമ്മബോധം ഒരാളുടെ ജീവിതത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനുഷ്യനെ കൂടുതൽ ദരിദ്രനാക്കുന്നത് സംവിധാനങ്ങളുടെ കഴിവുകേടാണ്. ഒരുപാട് സംവിധാനങ്ങളുടെ അന്തോണിയോ സഹായം തേടിപ്പോകുന്നു. പോലീസ്, തൊഴിൽ വകുപ്പ്, പാർട്ടി, അങ്ങനെ പലയിടത്തും. പക്ഷേ വിശക്കുന്ന തൊഴിൽ രഹിതനായ ജീവനോപാധി മോഷ്ടിക്കപ്പെട്ട ഒരുവന് വേണ്ടി ഒരു സംവിധാനവും ഉപയോഗപ്പെടുന്നില്ല. കുടുംബത്തെ സംരക്ഷിക്കാനുള്ള തീവ്ര ശ്രമങ്ങളുണ്ട് അന്തോണിയോയിൽ. ആകെയുള്ള പുതപ്പ് വിറ്റ് സൈക്കിൾ വാങ്ങാൻ ഉപദേശിക്കുന്നത് ഭാര്യ മരിയാണ്. ഒടുവിൽ സൈക്കിൾ മോഷണത്തിൽ പിടിക്കപ്പെടുമ്പോൾ അപമാനിതനായി കരയുന്ന പിതാവിനെ ബ്രൂണോ എന്ന മകൻ കൈപിടിച്ച് ആശ്വസിപ്പിക്കുന്നു. ഒരുപക്ഷെ തകർന്നു പോകാമായിരുന്ന അന്തോണിയോ എന്ന കുടുംബനാഥൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷ മടക്കി നൽകുന്നത് ബ്രൂണോ എന്ന ഈ കുഞ്ഞിൻ്റെ സ്പർശമാണ്. ദാരിദ്ര്യം മറ്റൊരു പ്രധാന പ്രമേയമാണ് സിനിമയിൽ. യുദ്ധാനന്തര യൂറോപ്പ്, പ്രത്യേകിച്ച് ഇറ്റലി ദരിദ്രമാണ്. ദാരിദ്ര്യത്തിൻ്റെ വ്യത്യസ്ത മുഖങ്ങൾ സിനിമയിലുണ്ട്. വൃദ്ധർ, തൊഴിൽ രഹിതരായ ചെറുപ്പക്കാർ, പണം യാചിക്കുന്ന കുട്ടി, അങ്ങനെ ധാരാളം ചിത്രങ്ങളിലൂടെ അക്കാലത്തെ സാമൂഹിക സാഹചര്യം വ്യക്തമാക്കുന്നു. ഷീറ്റിന് പകരം പണം വാങ്ങുന്ന അന്തോണിയോ കാണുന്നത് അത്തരം ധാരാളം ഷീറ്റുകൾ അവിടെ കിടക്കുന്നതാണ്. അന്തോണിയോയെ പോലെ അനേകം ആളുകൾ വീട്ടിലെ ദാരിദ്ര്യം മൂലം വീട്ടുസാധനങ്ങൾ വിൽക്കുന്നതിൻ്റെ വിളംബരമാണത്. കാറുകൾ കുറയുകയും സൈക്കിളുകൾ കൂടുകയും ചെയ്യുന്ന റോമാ പട്ടണം അക്കാലത്തെ ദാരിദ്ര്യത്തിൻ്റെ അടയാളമാണ്. സൈക്കിളിന് പുതിയ ചില അർത്ഥസാധ്യതകൾ കൂടി ഈ ചലച്ചിത്രത്തിലൂടെ കൈവരുന്നു. അന്തോണിയോയുടെ ജീവിതത്തിലൂടെ കൈവരുന്നു. പ്രതീക്ഷയ, അഭിമാനം, സഞ്ചാര സ്വാതന്ത്ര്യം, അങ്ങനെ പലതും. സുഖകരമായ ഉറക്കത്തേക്കാൾ മരിയ വിലമതിച്ചത് ഈ സ്വാതന്ത്ര്യമായിരുന്നു. അതിനാലാണ് അവൾ പറയുന്നത് വി ക്യാൻ സ്ലീപ്പ് വിത്തൗട്ട് ഷീറ്റ്സ് എന്ന്. സൈക്കിൾ നഷ്ടമായത് പരാതിപ്പെടാൻ എത്തിയ അന്തോണിയോയോട് സ്വയം അന്വേഷിക്കാനാണ് പോലീസ് ആവശ്യപ്പെടുന്നത്. പിന്നെന്തിന് പരാതി പറയണം? ഇതായിരുന്നു അന്തോണിയോയുടെ മറുപടി. അന്തോണിയോ സൈക്കിൾ മോഷ്ടാവിനെ തേടിയെത്തിയപ്പോൾ അയാളുടെ അയൽക്കാർ സംഘടിക്കുകയും അന്തോണിയോയെ നേരിടുകയും ചെയ്യുന്നുണ്ട്. അശക്തനായ വ്യക്തിയോട് ഏറ്റുമുട്ടുന്ന ചിന്തയില്ലാത്ത ആൾക്കൂട്ടം, സംഘടിത സ്വഭാവമുള്ള, എല്ലാറ്റിൽ നിന്നും ജീവനോപാധി പോലും നഷ്ടമായ മനുഷ്യന് അവഗണനയും അനീതിയും നേരിടുന്നത് തുറന്നു കാട്ടുന്നു. കള്ളനെ സംരക്ഷിക്കാനും അന്തോണിയോയെ എതിർക്കാനും ഈ സംഘടിത രൂപം ശ്രമിക്കുകയാണ്. ഇതെന്നും നമുക്ക് കാണാം. എല്ലായിടത്തും ഇത് കാണാം എന്നത് ഈ സിനിമയെ കാലാതിവർത്തിയാക്കുന്നു. മികച്ച ക്ലാസിക്കാണ്. നിയോ റിയലിസ്റ്റിക് ചലച്ചിത്ര രൂപത്തിലെയും ലോക സിനിമയിലെയും മികച്ച സൃഷ്ടിയായി ഇത് എന്നും വാഴ്ത്തപ്പെടും.